ഹായ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരിയർ റീഡിംഗ് ആണ്. കരിയർ, ബിസിനസ്, ഫിനാൻസസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. ഇതൊരു സോഡിയാക്ക് ഇല്ലച്ച നക്ഷത്രം സ്പെസിഫിക് റീഡിംഗ് അല്ല. എന്തെങ്കിലും സയൻസ് കണ്ടാൽ ഞാൻ ഓബ്വിയസ്ലി അത് എന്താ വെച്ചാൽ പറയും. പക്ഷേ ഇതെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സിറ്റുവേഷൻ റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് കരിയറിൻ്റെ ഓവറോൾ എനർജി. ഇപ്പോഴത്തെ കരിയർ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ഓഫ് വാൻഡ്സ് ആണ്. എന്താണ് ഇവിടെ കറൻറ്റ് സിറ്റുവേഷൻ, നിങ്ങളുടെ കരിയറിലെ കറൻറ്റ് സിറ്റുവേഷൻ 3 ഓഫ് സോഡ്സ് ആണ്. ഫ്യൂച്ചറിൽ എന്താണ് എനർജി ഉണ്ടാവുക, ഫ്യൂച്ചർ എനർജി എന്താണ്, ജഡ്ജ്മെൻ്റ് ഉണ്ട് ഇവിടെ. എന്താണ് ഇവിടെ ചാലഞ്ചായിട്ട് കരിയറിൽ, കറൻറ്റ് ചാലഞ്ച് കരിയറിൽ എന്താണ്? ക്വീൻ ഓഫ് സോഡ്സ് ആണ് ചാലഞ്ചായിട്ട് കാണുന്നത്. എന്താണ് അഡ്വൈസ് ഇവിടെ ഹെർമിറ്റ് ആണ്. നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യണത്, ഈ സിറ്റുവേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യണത് എന്താണ്? ഇൻഫ്ലുവൻസ് ചെയ്യണ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഔട്ട്കം, ഈ സിറ്റുവേഷൻ്റെ ഔട്ട്കം 4 ഓഫ് സോഡ്സ്. അപ്പോൾ ഇത് ഇവിടെ വയ്ക്കാം. അപ്പോൾ ഓവറോൾ എനർജി നിങ്ങളുടെ കരിയറിൽ ഓവറോൾ എനർജി ഇപ്പോഴത്തെ 2 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ 2 ഓഫ് വാൻഡ്സ് ആക്ച്വലി ഒരു ഡിസിഷൻ ഉണ്ടാക്കണ എനർജിയാണ്. പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഡിസിഷൻ എടുത്തിട്ടില്ല, തീരുമാനം എടുത്തിട്ടില്ല, പക്ഷെ എന്തോ നിങ്ങളുടെ മനസ്സിലൊരു ചോയ്സ് ഉണ്ട്. ഇത് എന്താണ് ഇപ്പോൾ ഫ്യൂച്ചർ ഉണ്ടാവുക, നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പ്ലാനാണ് ചെയ്യണത് കരിയറിൽ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാവാം, ഇല്ലച്ചാൽ ഫിനാൻഷ്യൽ ഡിസിഷൻ ആവാം, അതല്ലച്ചാൽ ജോലിയുടെ കാര്യത്തിലാവാം. അപ്പോൾ എന്തോ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, പക്ഷേ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ തൽക്കാലം നിങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യാൻ നോക്കണം. ഫ്യൂച്ചറിൽ എന്തായിരിക്കും, എങ്ങനെയാണ് എനിക്ക് പ്രൊസീഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, അങ്ങനത്തെ ഡിസിഷൻസൊക്കെ നിങ്ങൾ എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ കുറേ പ്ലാനിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർ എനർജി ഉണ്ട് ഇവിടെ. എന്തോ നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് എനർജി കാണുന്നുണ്ട്. വെച്ചാൽ നിങ്ങൾക്ക് ഒരു നിങ്ങളെന്തോ ഹോപ്പ് ചെയ്യുന്നുണ്ട് അത് കരിയറിൽ ഇങ്ങനെ എനിക്കൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവും എന്ന് നിങ്ങളുടെ മനസ്സിലൊരു പ്രെയർ ഉണ്ട്, അത് ഉണ്ടാവണം എന്ന് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലാനാണ് ചെയ്യണത്. ഇപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് പുറമെ പോകാനുള്ള പ്ലാൻ ഉണ്ട്, ഇല്ല അത് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ പ്ലാനാണ് ചെയ്യണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ജോലിക്ക് നോക്കുന്നുണ്ടാവും, വേറെ ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാവും, അതല്ലച്ചാൽ എന്തോ ഒരു ബിസിനസ് പ്രപ്പോസൽ ശരിയാവണം എന്ന് പ്രേ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തോ നിങ്ങളുടെ ഒരു പ്രെയർ ഉണ്ട്, എന്തോ ഒരു വിഷ് ഉണ്ട്, അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ എന്താണ് ഇവിടെ ഈ സ്റ്റാർ എനർജി, ഇവിടെ അക്വയറിയസ് എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഗുഡ് ന്യൂസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണത് എന്താ വെച്ചാൽ എന്തോ ഒരു പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങൾക്ക് എവിടെന്നോ കിട്ടും എന്ന്, അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യണത്. ഓക്കെ, നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ ഹാർട്ട് ബ്രേക്കാണ് ഞാൻ കാണുന്നത്. ഓക്കെ, എന്തോ ശരിയായിട്ടില്ല നിങ്ങളുടെ കരിയർ, ഫിനാൻസസ്, ബിസിനസ്സിൽ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് കുറേ ഒരു എൻഡിങ് മാതിരി തന്നെയാണ് ഞാനിവിടെ കാണുന്നത്. എന്തോ വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഇത് ആക്ച്വലി ഓൾറെഡി ഉണ്ടായിരിക്കണു. അപ്പോൾ നിങ്ങൾക്ക് കുറേ അതിനെക്കുറിച്ച് കുറേ വിഷമമുണ്ട്. ഇത് വർക്കൗട്ട് ചെയ്തില്ല, ഉണ്ടായിട്ടില്ല, അതിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ ആ വിഷമമുള്ളത്. എനിക്ക് കുറച്ച് ഇങ്ങനെ ചെയ്യായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ തോട്ട്സ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. അതുമാത്രമല്ല റിഗ്രറ്റ് ഉണ്ട്, എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്തു എന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എനർജീസ് ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം ഈ കറൻറ്റ് എനർജിയിൽ കാണുന്നുണ്ട്. ഓക്കെ, കറൻറ്റ് സിറ്റുവേഷൻ അങ്ങനെയാണ്, ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ എനർജിയാണ്. അപ്പോൾ എന്തോ ഒരു പുതിയ
ജോബ് ഇല്ല വെച്ചാൽ പുതിയ പ്രപ്പോസൽ ഇല്ല വെച്ചാൽ പുതിയ ക്ലയൻറ്റ് എന്തോ മിസ് ഔട്ടായി, അത് നിങ്ങൾ ശരിയായ സമയത്ത് ആക്ഷൻ എടുത്തില്ല, ഇല്ല വെച്ചാൽ എന്തോ ആക്ഷൻ എടുത്തിട്ടും അത് വർക്കൗട്ട് ചെയ്തില്ല എന്നാണ് നിങ്ങൾക്ക് വിഷമമുള്ളത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ചാലഞ്ച് എന്താ വെച്ചാൽ ക്ലാരിറ്റി ഇല്ല. ഓക്കെ, ക്ലാരിറ്റി മനസ്സിലില്ല. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് എന്താ ചാലഞ്ചായിട്ട് കാണുന്നത്? ജസ്റ്റിസ്. അപ്പോൾ ക്ലാരിറ്റി ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു ഫെയർ ഔട്ട്കം അല്ല ഉണ്ടായെന്ന് ഒരു ഫീലിംഗ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ചിലവർക്കൊരു ലീഗൽ സിറ്റുവേഷനും ആവാം. നിങ്ങൾ ഒരു ലീഗൽ കേസ് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഔട്ട്കം ഒരു ഫെയർ ജഡ്ജ്മെൻറ്റ് ആയിരുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട്, അത് ഈ ലീഗൽ സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോവുമെന്ന് പറഞ്ഞാൽ അത് ശരിയായി എനിക്ക് വേണ്ടിയിട്ട് ഔട്ട്കം പോസിറ്റീവ് ആവില്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങളൊരു ജോലിയിലാണ് വെച്ചാൽ പറഞ്ഞാൽ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ്സിലാണ് വെച്ചാൽ എന്തോ നിങ്ങളുടെ ഫേവറിൽ വർക്കൗട്ട് ചെയ്തില്ല. ആൻഡ് അത് കുറേ ഒരു അൺഫെയർ മാതിരി നിങ്ങൾക്ക് തോന്നി, ഇത് ഉണ്ടായത് എനിക്ക് ശരിയായില്ലല്ലോ, അത് അവർ ചെയ്തത് ശരിയായില്ല, കുറേ ഒരു അൺഫെയർ വേയിലാണ് ഡിസിഷൻ ഉണ്ടായത്, എൻ്റെ അഗെൻസ്റ്റാണ് യൂണിവേഴ്സ്, എനിക്ക് വേണ്ട മാതിരി ഔട്ട്കം കിട്ടിയില്ല, എൻ്റെ അഗെൻസ്റ്റാണ് എല്ലാം കാര്യങ്ങൾ പോകണത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിലുണ്ട്. അതാണ് ചാലഞ്ച് ഇവിടെ. എന്താ വെച്ചാൽ സമയം നിങ്ങളുടെ സൈഡിലല്ല, എന്തോ ഒരു ഇംബാലൻസ് മാതിരി തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, എന്താ നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടും വേണ്ട മാതിരി ഒരു പോസിറ്റീവ് ഔട്ട്കം ഇവിടെ ഇല്ല. നിങ്ങളുടെ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഞാൻ വേറെ ആൾക്കാർ കാണേണ്ട ഈ സിറ്റുവേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വേറെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ കലീഗ്സ് ആവാം, ഇല്ലച്ചാൽ കോമ്പറ്റീഷൻ ഇവിടെ കാണാണ്ട്. അപ്പോൾ കുറേ കോമ്പറ്റേറ്റീവ് എനർജി ഉണ്ട്. ചിലവർ നിങ്ങളുടെ പ്രോഗ്രസ്സിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കണു. ഇത് കലീഗ്സ് ആവാം, ഇല്ലച്ചാൽ വേറെ കോമ്പറ്റീഷൻ ആവാം, വേറെ ആൾക്കാർ നിങ്ങളുടെ സക്സസ് കണ്ടിട്ട് ജെലസ് ആവണ എനർജി ആവാം. അതല്ല വെച്ചാൽ നിങ്ങൾ എവിടെയോ അപ്ലൈ ചെയ്തിട്ട് വേറെ ആർക്കോ ജോലി കിട്ടി, അങ്ങനെ ഒരു എനർജി ആവാം. കുറേ നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഓഫീസ് പൊളിറ്റിക്സും ആവാം. അപ്പോൾ എന്തോ വേറെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഔട്ട്കം ഉണ്ടായേ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇൻഫ്ലുവൻസിങ് ഫാക്ടറിൽ വേറെ കമ്മ്യൂണിറ്റി ഇല്ലച്ച കലീഗ്സ്, അവരുടെ ഇൻഫ്ലുവൻസ് ഞാൻ ഈ സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അഡ്വൈസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണത് എന്താ വെച്ചാൽ ഹെർമിറ്റ് എനർജി. ഈ സമയം നിങ്ങൾക്ക് ഒന്നും ഒരു ആക്ഷൻ എടുക്കാത്ത സമയമാണ്. പറഞ്ഞാൽ യൂണിവേഴ്സും നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ എല്ലാം ചെയ്യണതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം പ്രൊസീഡ് ചെയ്യുക. ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിലായിരിക്കില്ല. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഒന്നും ഒരു ഇമ്പൾസീവായിട്ട് ആക്ഷൻ എടുക്കരുത്. എന്തോ ഒരു പുതിയ ബിഗിനിങ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. ഈ സമയം നിങ്ങൾക്ക് വേണച്ചാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ പുതിയ കോഴ്സിൽ വെച്ചാൽ നിങ്ങൾക്ക് സ്കിൽ അപ്ഗ്രേഡേഷൻ ചെയ്യണം വെച്ചാൽ ഇതൊരു നല്ല സമയമാണ്. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സമയമാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പുറമെ പോകണം വെച്ചാൽ അതിന് വേണ്ടിയിട്ട് എന്താണ് പ്രോസസ്സ് ഉള്ളത്, എന്താ എനിക്ക് ചെയ്യേണ്ടത്, എന്താ ഡോക്യുമെൻറ്റ്സ് വേണ്ടത്, അതൊക്കെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു നല്ല സമയമാണ്. അതല്ല വെച്ചാൽ നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് തുടങ്ങണം, അതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത്, എന്താണ് അതിൻ്റെ എത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുക, എന്താണ് അതിൻ്റെ സക്സസ് റേറ്റ് എന്താവുക. അപ്പോൾ അതിനൊക്കെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നല്ല സമയമാണ്. പറഞ്ഞാൽ പഠിപ്പിന് വേണ്ടിയിട്ട്, പഠിപ്പ് മാത്രമല്ല റീസേർച്ച്, പഠിപ്പ്, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ജോലിയിൽ എന്തെങ്കിലും സ്കിൽ അപ്ഗ്രഡേഷൻ, അങ്ങനത്തെയൊക്കെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു നല്ല സമയമാണ്. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ഒരു ജഡ്ജ്മെൻറ്റ് കാർഡാണ്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഒരു വലിയ ചേഞ്ചിൻ്റെ എനർജിയാണ്. എന്തോ നിങ്ങൾ പാസ്റ്റിൻ്റെ സിറ്റുവേഷനെ വിട്ടിട്ട് മുമ്പോട്ട് പോകണു. അപ്പോൾ പാസ്റ്റിൻ്റെ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, അത് നിങ്ങൾ വിട്ടിട്ട് മുമ്പോട്ട് പോകണു, ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. നിങ്ങളുടെ ലൈഫിൽ, കരിയറിൽ എസ്പെഷ്യലി ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ഈ ചേഞ്ച് കുറേ ഒരു പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സൺ
ടാരോയുടെ ഏറ്റവും ബെസ്റ്റ് കാർഡാണ്. സൺ ക്ലാരിറ്റിയുടെ എനർജിയാണ്, ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്, അബണ്ടൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പോകണത് ഒരു പുതിയ ഡിറക്ഷനിലേക്കാണ്. പാസ്റ്റിൻ്റെ കാര്യത്തിനൊക്കെ നിങ്ങൾ വിട്ടു പോണു ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് കുറേ എബണ്ടൻസ് ആണ് പറയണത്. എസ്പെഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജോലി ചെയ്യേണ്ട വെച്ചാൽ പറഞ്ഞാൽ ഒരു ഫ്രീലാൻസിങ് ജോലിയില്ല വെച്ചാൽ എന്താ പറയുക ബിസിനസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെച്ചാൽ കുറേ സക്സസ് ഉണ്ടാവും. പക്ഷെ അതല്ലാണ്ടും നിങ്ങളൊരു കമ്പനിയിലാണ് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ അതും നല്ല സക്സസ്ഫുൾ ആവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ്റെ 4 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ 4 ഓഫ് സോഡ്സ് ഈ കറൻറ്റ് സിറ്റുവേഷനിൽ ഇപ്പോൾ തൽക്കാലം യൂണിവേഴ്സ് പറയണത് ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി ഒരു ബ്രേക്കിലാണ്. നിങ്ങൾ ജോലി വിട്ടിട്ട് വീട്ടിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, വേറെ ജോലിക്ക് നോക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് വെച്ചാൽ യൂണിവേഴ്സ് കുറച്ചൊരു ബ്രേക്ക് എടുക്കാൻ പറയണു. നിങ്ങളുടെ മെൻറ്റൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യാൻ പറയണു. നിങ്ങളുടെ വിഷസൊക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്, പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. 4 ഓഫ് പെൻറ്റക്കിൾസ് ഈ സമയത്ത് നിങ്ങളുടെ പൈസയുടെ കാര്യത്തിൽ ചിലവ് കുറവാക്കുക. എന്നുവെച്ചാൽ ഈ സമയത്ത് കുറച്ച് എനിവേ പൈസയുടെ കാര്യത്തിൽ കുറച്ചൊരു ഡിഫിക്കൾട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സേവ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചിലവൊക്കെ കുറവാക്കുക, സേവിങ് മോഡിൽ പോവുക. എംപ്രസ് എനർജി ഇവിടെ കുറേ ഗ്രോത്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഗ്രോത്ത് ഉണ്ട്, കുറേ പ്രോസ്പെറിറ്റി ഉണ്ട്. ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സമയമാണ്. പറഞ്ഞാൽ ആക്ഷൻ എടുക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയണേ, പക്ഷേ ഈ ബ്രേക്കിൻ്റെ സമയം പറഞ്ഞാൽ ഈ ഒന്നും വർക്കൗട്ട് ചെയ്യാത്ത സമയം നിങ്ങളത് യൂസ് ചെയ്യുക, എന്തെങ്കിലും പോസിറ്റീവായി ചെയ്യുക. ഒരു പുതിയ കോഴ്സ് ജോയിൻ ചെയ്യുക, ഇല്ല വെച്ചാൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് റീസേർച്ച് ഞാൻ പറഞ്ഞ മാതിരി ചെയ്യണം വെച്ചാൽ അത് ചെയ്യുക. അപ്പോൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക, എല്ലാം കാര്യങ്ങൾ ശരിയാവും. ഓക്കെ, ഇത് അത്ര സമയം എടുക്കില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഉണ്ടാവുന്നത് ഒരു നെക്സ്റ്റ് 2-3 മാസം എടുക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് എല്ലാം പോസിറ്റീവായി നിങ്ങളുടെ ഫേവറിലാവും. ഓക്കെ, 5 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട് ഇവിടെ. 5 ഓഫ് പെൻറ്റക്കിൾസ് ലോസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഉണ്ടായ ലോസൊക്കെ നിങ്ങൾ റിക്കവർ ചെയ്യും. അപ്പോൾ ഇത് നല്ല ഒരു ഫേവറബിൾ ഔട്ട്കമാണ് ഞാൻ കാണുന്നത്. ഞാനൊരു എക്സ്ട്രാ കാർഡ് എടുക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസായിട്ട്. ഈ സമയം നിങ്ങൾക്ക് എന്താണ് അഡ്വൈസ് ഉള്ളത്? യൂണിവേഴ്സ് എന്താണ് അഡ്വൈസ് തരണത് നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട്? സ്റ്റാർ. അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ കണ്ട സ്റ്റാർ, നിങ്ങൾ ഹോപ്പ് ചെയ്യണത്, പ്രേ ചെയ്യണത് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അതാണ് ഇവിടെ ഔട്ട്കമായിട്ട് കിട്ടിയാണ്. സെയിം കാർഡാണ് പക്ഷെ വേറെ ഡെക്കാണ്. അപ്പോൾ ഞാനല്ല സെലക്ട് ചെയ്യണത്, ഈ കാർഡ്സൊക്കെ ഓട്ടോമാറ്റിക്കലി വരണതാണ്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ആർക്കോ വേണ്ടിയിട്ടൊരു മെസ്സേജാണ്. ആൻഡ് ഇത് ക്ലെയിം ചെയ്യുക, കമൻസിൽ ഐ ക്ലെയിം എന്ന് എഴുതുക. സ്റ്റാർ, നിങ്ങളുടെ വിഷസൊക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ഓഫർ വരാൻ പോകുന്നുണ്ട്, ഒരു പുതിയ ജോലി അല്ലച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി, അതും ഒരു പുതിയ നല്ല ഓഫർ. ഓക്കെ, ആൻഡ് അതും ഒരു നല്ല റെപ്യൂട്ടഡ് കമ്പനിയാണ് ഞാൻ കാണുന്നത് ഇവിടെ. അപ്പോൾ ഇതൊരു ക്ലയൻറ്റ് ആവാം, ബിസിനസ് പ്രപ്പോസൽ ആവാം, ഡിവൈൻ ടൈമിങ് ഇവിടെ ഉണ്ട്. അപ്പോൾ ശരിയായ സമയത്ത് എല്ലാം ശരിയാവണു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ട്, പുറമേ പോകാൻ പോകുന്നുണ്ട്. ഇവിടെ 6 സോഡ്സ് നിങ്ങളുടെ ലൈഫിൽ കുറേ ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിട്ടുണ്ട് റീസെൻ്റ്ലി, എസ്പെഷ്യലി കരിയറിൽ. പക്ഷേ അതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ നിങ്ങൾ പോകുന്നത് സ്റ്റെബിലിറ്റിയിലേക്കാണ്. അതിന് കുറച്ച് സമയം എടുക്കും, അറ്റ്ലീസ്റ്റ് ഒരു 4 മന്ത്സ്. എനിക്ക് തോന്നുന്നത് 4 മന്ത്സ് ആണ്, പക്ഷെ അതിൻ്റെ മുമ്പും ആവാം. പക്ഷേ അതാണ് ഏകദേശം ഞാൻ കാണുന്നത്, ഒരു 4 മന്ത്സിൽ എല്ലാം ശരിയാവും. കുറച്ച് സമയം, ആ അഡ്ജസ്റ്റ്മെൻറ്റ് സമയം നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു സമയമാണ് ഇത്. പക്ഷെ നിങ്ങൾ പോകുന്നത് സ്റ്റെബിലിറ്റിയിലേക്കാണ്, അബണ്ടൻസിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ല മെസ്സേജാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ മാതിരി ക്ലെയിം ചെയ്യുക ഇതിനെ. നമ്മൾക്കിപ്പോൾ ഓറക്കിൾ മെസ്സേജ് എടുത്തിട്ട് ഈ റീഡിങ്ങിനെ കൺക്ലൂഡ് ചെയ്യാം. എന്താണ് ഓറക്കിൾ മെസ്സേജ്? ഒറക്കിൾ മെസ്സേജ് പറയണത് ഫൊർഗിവ്നെസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിനെ ഫൊർഗിവ് ചെയ്യുക. എന്താ ഉണ്ടായി വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് വെച്ചാൽ ഒന്നും എൻ്റെ ഫേവറിലല്ല നടക്കണത്, എല്ലാവരും എൻ്റെ അഗൻസ്റ്റാണ്, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് വെച്ചാൽ അതിനൊക്കെ മറന്നിട്ട് മുമ്പോട്ട് പോവാം. യു ആർ റെഡി എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ ചേഞ്ചസിന് വേണ്ടിയിട്ട് നിങ്ങൾ റെഡിയാണ്. അപ്പോൾ റെഡിയായി ഇരിക്കുക എന്ന് വെച്ചാൽ ഈ ചേഞ്ചസൊക്കെ വേഗം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരിയർ റീഡിങ്. ഇങ്ങനത്തെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ
കമൻസിൽ എഴുതുക. ഞാൻ ഇങ്ങനത്തെ റീഡിങ്സ് എല്ലാ മാസം ചെയ്യാൻ ട്രൈ ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിങ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.